സർവകലാശാല തർക്കത്തിൽ CPM-ന്റെ അവരുടെ സംഘടനകളുടെയും നിലപാടുകളുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാട്ടി CPM സഹയാത്രികനും അതേപോലെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ രാജൻ ഗുരുക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ പരമാധികാരി, അദ്ദേഹമാണ് യഥാർത്ഥ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി മാത്രമാണ്. വൈസ് ചാൻസലർ പങ്കെടുക്കാതെ സിൻഡിക്കേറ്റിന് യോഗം ചേരാൻ കഴിയില്ല. അപ്പം വൈസ് ചാൻസലർ ഇല്ലാതെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുത്ത നടപടിയൊക്കെ പൊള്ളയാണ് എന്ന് ഭംഗിന്തരാണ് പറയുകയാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിമർശനം കൂടി നടത്തുന്നുണ്ട്. കേരള സർവകലാശാലയിൽ പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് കേരള സർവകലാശാല മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് തങ്ങൾ എന്നാണ് പല സിൻഡിക്കേറ്റ് അംഗങ്ങളും ധരിച്ചു വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു അവർക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവരൊരു അധികാര കേന്ദ്രങ്ങളല്ല, അവർ സഹായികൾ മാത്രമാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ചോ സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചോ മതിയായ ധാരണകളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എന്നാണ് രാജൻ ഗുരുക്കൾ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് അക്കാദമിക് വിദഗ്ധരാണ് വരേണ്ടതെന്നും രാഷ്ട്രീയക്കാരല്ല വരേണ്ടതെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ ചെയ്യുന്നത്.